നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുരിങ്ങയില ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. കർക്കിടക മാസത്തില് ആരും മുരിങ്ങയുടെ ഇല കഴിക്കാറില്ല. കർക്കിടക മാസത്തില് മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു ചെറിയ കട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കർക്കിടക മാസത്തില് മുരിങ്ങയുടെ ഇല കഴിക്കുന്നത് നല്ലതല്ല. അപ്പൊ കർക്കിടകമൊക്കെ ആകുന്നതിന് മുൻപേ തന്നെ നമുക്ക് നേരത്തെ തന്നെ മുരിങ്ങയുടെ ഇല പറിച്ച് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് കർക്കിടക മാസത്തിലും മുരിങ്ങയുടെ ഇല കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിത് 2 മാസം മുൻപ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം തന്നെ മുരിങ്ങയുടെ ഇല കിട്ടി. അപ്പൊ ഞാനിതെല്ലാം വൃത്തിയാക്കി നല്ലപോലെ കഴുകി വെള്ളം വാല വെച്ചിട്ട് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ഈ മുരിങ്ങയുടെ ഇല എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചാലാണ് കരിയാതെ നമുക്ക് മുരിങ്ങയുടെ ഇല നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ രീതിയിൽ നമ്മൾ മുരിങ്ങയുടെ ഇല ഡ്രൈ ആക്കി എടുത്തു വെച്ചാൽ നമുക്ക് പിന്നീട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഡെയിലി എടുത്ത് മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ രീതിയിൽ വാട്ടി വെച്ചാൽ എടുക്കാവുന്നതാണ്. ഇപ്പൊ നല്ലപോലെ മുരിങ്ങയുടെ ഇലയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടത് ഈ ഒരു രീതിയിൽ നല്ലപോലെ ഡ്രൈ ആക്കി വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമ്മളിതിങ്ങനെ വറുത്ത പോലെ ആക്കിയെടുത്തേക്കാണ്. ഒട്ടും തന്നെ വെള്ളമില്ല, പച്ചപ്പ് അധികം പോയിട്ടുമില്ല. ആ രീതിയിൽ നമ്മളിതുപോലെ വറുത്തെടുത്ത് വെക്കാം. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് അധികം കറിവേപ്പിൻ്റെ ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഞാൻ 2 നാളികേരമാണ് ഇവിടെ ചിരകിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മുരിങ്ങയുടെ ഇലയുടെ കനഫവും കയ്പൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നാളികേരം നല്ലപോലെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 നാളികേരം നമുക്ക് ചിരകി എടുക്കാം. മുരിങ്ങയുടെ ഇലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങയില നമ്മൾ ഡെയിലി കഴിക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്തു വെക്കാം. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 6-7 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി 5-6 അല്ലി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 5-8 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 50 ഗ്രാം വാളൻപുളി നല്ല വൃത്തിയാക്കി കഴുകി എടുത്തു വെക്കാം. ഇനി നമ്മൾ ചിരകിയ നാളികേരം ചൂട് കട്ടിയുള്ള ഉരുളിയിലോ നോൺ സ്റ്റിക്ക് പാനിലോട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നാളികേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിലെ ആ പച്ചപ്പ് വെള്ളാംശം ഒന്ന് പോയി കഴിയുമ്പോൾ വെള്ളാംശമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കറിവേപ്പിൻ്റെ ഇല ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഒന്നും കൂടി നാളികേരം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെ ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുന്നത് വരെ നമുക്ക് തേങ്ങ, മുളക് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച 1/2 ടീസ്പൂൺ കുരുമുളക്, ഇനി 1 ടീസ്പൂൺ ഉലുവ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം നമ്മൾ നാളികേരം വറുത്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളൻപുളി അല്പാൽപമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച വാളൻപുളി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് നാളികേരം ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ നമ്മൾ നാളികേരം വറക്കുന്ന അത്രയ്ക്കും അങ്ങോട്ട് മുരിയണ്ട, ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് ഇങ്ങോട്ട് മാറി വന്നാൽ മതി.
ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് നാളികേരം മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറ്റ് പൊടികളെല്ലാം ചേർത്ത് വാങ്ങി വെക്കാവുന്നതാണ്. നാളികേരം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി നാളികേരം ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുമ്പോൾ ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. നാളികേരം ഒരു 3/4 ഭാഗം വേവ് ആകുമ്പോഴാണ് നമ്മൾ മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ മുരിങ്ങയുടെ ഇലയുടെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടിട്ട് ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ സ്പൂണാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ആ ചൂടോട് കൂടി തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കറക്റ്റ് പരുവത്തിന് നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ചമ്മന്തിപ്പൊടി നമ്മൾ പൊടിക്കാറുള്ളത് പോലെ ഒന്ന് പൊടിച്ചു വെക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. നമുക്ക് ചോറിനും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തു വിടാനും എല്ലാം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മുരിങ്ങയുടെ ഇല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും തന്നെ ഈ രീതിയിൽ ചമ്മന്തിപ്പൊടിയാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് പൊടിയാക്കി പൊടിക്കുന്നില്ല, ഒരു 3/4 ഭാഗം പൊടിയാക്കി നമ്മൾ ചമ്മന്തിപ്പൊടി പൊടിച്ചെടുത്തിട്ട് നമുക്കതൊരു ബൗളിലോട്ട് എല്ലാം പൊടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ കർക്കിടകത്തിന് മുൻപേ തന്നെ നമ്മൾ ഇല പറിച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കർക്കിടക മാസത്തിലും മുരിങ്ങയുടെ ഇല കഴിക്കാവുന്നതാണ് കേട്ടോ. കർക്കിടകത്തിലാണ് നമ്മൾ മുരിങ്ങയുടെ ഇല പറിച്ച് കഴിക്കാൻ പാടില്ലാത്തത്. നേരത്തെ പറിച്ചു വെക്കുന്ന ഇലയിൽ ആ ഒരു വിഷാംശമോ കട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിപ്പൊടി കർക്കിടകത്തിന് മാത്രമല്ല അതിക്ക് മുന്നും എപ്പോഴും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രസവിച്ചവർക്കും എല്ലാവർക്കും മുരിങ്ങയുടെ ഇല ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രീതിയിൽ മുരിങ്ങയുടെ ഇല ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാൽ നമുക്ക് ആ ഗുണം നഷ്ടപ്പെടാതെ തന്നെ മുരിങ്ങയില കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.